ഹലോ ഹായ് നമസ്കാരം. AMMയിൽ പൊട്ടിത്തെറി എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഘടന ഉണ്ടായതിന് ശേഷം വളരെ കുറച്ച് സമയത്തിന് ഇപ്പുറം തന്നെ നമ്മൾ AMMയിൽ പൊട്ടിത്തെറി പല രീതിയിൽ കേൾക്കുന്നുണ്ട്. പല ആളുകളുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. AMMA പല സമയത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പൊട്ടിത്തെറി എന്നുള്ള വാക്കൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ AMMയിലെ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ അത് പഴയ ഏതെങ്കിലും വാർത്തയുടെ ഹെഡ്ലൈൻ അറിയാതെ വന്നതായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇപ്പോൾ ശരിക്കും ഒരു പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൊട്ടിത്തെറിയിൽ AMMയിലെ പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്തി പരിഹരിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഉത്തരവാദിത്വമൊന്നുമല്ല. അവർക്ക് തന്നെ അത് സാധിക്കുന്നില്ല. പിന്നെ നമ്മളിവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സംഘടനയെക്കുറിച്ച് പുറത്തുനിന്ന് മാത്രം നോക്കി കാണുന്ന നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അകത്തിരിക്കുന്നവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഇത് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടോ ആരുടെ ഭാഗത്താണ് കുറ്റമെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷേ AMMയിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഇതുവരെയുള്ള വന്നിട്ടുള്ള വാർത്തകളെക്കുറിച്ച് അതിൻ്റെ ഒരു റിയാക്ഷൻ അല്ലേ, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉണ്ണി പറഞ്ഞ പോലെ ഈ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ AMMയിലെ ഇഷ്യൂ നമ്മളതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനി എങ്ങാനും ബൈ ചാൻസ് വന്നു പോയാലേ ഉള്ളൂ. ഞാൻ ഈ ന്യൂസിൻ്റെയൊക്കെ ഹെഡ്ലൈൻസ് വായിക്കുമ്പോൾ, ഇതിൻ്റെ കമൻസ് വായിക്കുന്ന സമയത്ത് ഇതിനെ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാതെ കാര്യത്തിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയോട് ഉള്ള നമ്മുടെ ഒരു പ്രതികരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, ഈ പ്രശ്നം നടന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രസൻറ്റേഷൻ രീതി എന്ന് പറയുന്നത് 2 മലകൾ ചേർന്നാലും 4 മുലകൾ ചേരില്ല എന്നാണ്. അതെ, എനിക്ക് ഇതിനെക്കുറിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത് പണ്ട് കാലം തൊട്ടുള്ള വിവരമില്ലാത്ത മനുഷ്യന്മാർ, സ്ത്രീകളെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത മനുഷ്യന്മാർ, സ്ത്രീകൾ 2 പേര് കൂടി ചേർന്നാൽ അവർ സംഘടിച്ചു കഴിഞ്ഞാൽ അവരവരുടെ അഭിപ്രായം പറയുമെന്നും അവരവരുടെ അവകാശത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമെന്നും ഒക്കെ പേടിച്ചിട്ട് പണ്ട് ഏതോ കാലത്ത് ഏതോ വിവരമില്ലാത്ത മനുഷ്യന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു ചൊല്ലാണത്. അതും പഴയത്, ആ ചൊല്ലിന്റെ പേരിൽ തന്നെ ഉണ്ട് പഴഞ്ചൊല്ലുന്നു. അതെ, അത് ശരിയല്ല എന്ന് മാത്രമല്ല അതൊരു വിഡ്ഢിത്തരമായിരുന്നു എന്ന് പല സ്ത്രീകളായിട്ട് പല കാലഘട്ടങ്ങളിൽ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ന്യൂസ് എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമേ, ഇതൊരു സംഘടനയിലെ കുറച്ച് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം, അവരുടെ ഈഗോ പ്രശ്നമായിട്ടോ അവരുടെ വിവരമില്ലായ്മയായിട്ടോ അധികാര ദുർവിനിയോഗമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ വിലയിരുത്താം. ഇതേ പ്രശ്നം നിങ്ങളിവിടെ AMMA എന്ന് പറയുന്ന സംഘടനയ്ക്ക് പകരം കോൺഗ്രസ് എടുത്ത് വെക്കുക, ശ്വേതാ മേനോന് പകരം KC വേണുഗോപാലിനെയും ലക്ഷ്മിപ്രിയയ്ക്ക് പകരം നിങ്ങൾ VD സതീശനെയും കുക്കു പരമേശ്വറിന് പകരം രമേശ് ചെന്നിത്തലയും ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേ സംഭവമല്ലേ അവിടെ നടന്നത്? അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നു, പ്രവർത്തകരെ നിരത്തിലിറക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നു. അവസാനം ഒരാൾക്ക് എന്തോ ഭാഗ്യത്തിന് ഒരു അധികാരം കിട്ടി. ഇതേ സാധനമല്ലേ അവിടെ നടന്നത്? അന്നേരം ഒന്നും നിങ്ങൾക്ക് ഈ മുലയുടെ കണക്കൊന്നും പറയണ്ടായിരുന്നല്ലോ. ഇത് മുലയല്ല, അത് വേറെ. ഈ സാധനം ഉള്ളത് കൊണ്ട് 2 പേർക്ക് യോജിച്ചു പോകാൻ പറ്റില്ല എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു നരേറ്റീവ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കരുത്. അത് കമന്റ് ബോക്സിൽ എഴുതുന്നവർക്ക് വിവരമില്ല എന്നുള്ളത് നമുക്ക് പിന്നെയും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ന്യൂസ് ചാനലുകാർ ഇത് ഡയറക്റ്റായിട്ട് ഇവർ ഈ ഹെഡിങ്ങിലൊന്നും അല്ല കൊടുക്കുന്നത്. പക്ഷേ സ്ത്രീകൾ വന്നതാണ് ഇവിടുത്തെ പ്രശ്നം. സ്ത്രീകൾ, അതൊരു സ്ത്രീ തന്നെ ഇരുന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ്, പുരുഷന്മാരായിരുന്നപ്പോൾ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ, ഈ വക പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. പുരുഷന്മാരായിരുന്നപ്പോൾ ഇടവേള ബാബുവൊക്കെ ഇരുന്നപ്പോൾ ഇവിടെ പ്രശ്നങ്ങളില്ലായിരുന്നു. അതായത് നിങ്ങൾ 2 സ്റ്റേറ്റിനെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. പ്രോപ്പറായിട്ട് ക്രൈം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റിൽ ക്രൈം റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരു സ്റ്റേറ്റിനെക്കാട്ടിലും ക്രൈം റേറ്റ് കൂടുതലായിരിക്കും. ബിക്കോസ് അവിടെ ആൾക്കാർക്ക് ധൈര്യമുണ്ട് അത് പുറത്തേക്ക് വന്ന് സംസാരിക്കാൻ അതിനെക്കുറിച്ചിട്ട്. ഇടവേള ബാബു ഇവിടെ ഇരുന്ന സമയത്താണെങ്കിലും, ഇന്നസെന്റ് ഇരുന്ന സമയത്താണെങ്കിലും, മോഹൻലാൽ ഇരുന്ന സമയത്തായിരുന്നെങ്കിലും, മമ്മൂട്ടി ഇരുന്ന സമയത്താണെങ്കിലും ശരി, ഇവിടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് മുന്നോട്ടേക്ക് വന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ അവർ ധൈര്യം കാണിച്ചാൽ തന്നെ അവർക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ WCCയിലെ പ്രവർത്തകരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ WCC തന്നെ എടുക്കൂ. ആ സംഘടന ഇവിടെ രൂപപ്പെട്ട സമയത്ത് അതിനകത്തുണ്ടായിരുന്ന മെമ്പേഴ്സിൽ പലരും ഇപ്പോൾ അവിടെ ഇല്ല. അവർ തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ തല്ലി നാട്ടുകാരെ അറിയിച്ച് ഏറ്റവും മോശമായ രീതിയിലൊന്നും അല്ലല്ലോ അവരതിനെ ഹാൻഡിൽ ചെയ്തത്. ഏത് സംഘടന എടുത്താലും അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അസോസിയേഷനൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സംഘടനയും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറ്റില്ല. കാരണം അവിടെ പലതരത്തിലുള്ള മനുഷ്യന്മാരാണ് വന്നിരിക്കുന്നത്. അവർക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണും. ഇതിനെയൊക്കെ ഒന്നിച്ചു കൂട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു സംഘടന നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംഘടനയിൽ മെമ്പറായിട്ടുള്ള സംഘടന നിയന്ത്രിച്ചിട്ടുള്ള മനുഷ്യന്മാർക്ക് അത് മനസ്സിലാവും. അതൊരു സിമ്പിളായിട്ടുള്ള ജോബ് അല്ല. പിന്നെ ഉള്ളതിൽ നമ്മളൊരു ഭൂരിപക്ഷം, എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഭൂരിപക്ഷ അഭിപ്രായം എടുക്കുന്നത്? നമുക്ക്
എപ്പോഴും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സിനാരിയോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അത് ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോസിബിൾ ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾ ദയവ് ചെയ്ത് ജെൻഡറിനെ കൊണ്ടുവരരുത്. നിങ്ങൾ ഇതേ സംഘടനയിൽ ലക്ഷ്മിപ്രിയയ്ക്കും ഇവർക്കും ഒക്കെ പകരം അലിൻ ജോസ് പെരേര ആറാട്ടണ്ണനെയും കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ അവിടെ അടി നടക്കും. അത് അവർക്ക് മുലയുള്ളത് കൊണ്ടല്ല. പിന്നെ വേറെ കുറച്ച് പറച്ചിലാണ്, ഒരു സ്ത്രീയുടെ ശത്രുവാണ് വേറൊരു സ്ത്രീ, ഒരു സ്ത്രീയുടെ ശത്രു വേറൊരു സ്ത്രീയാണ്. സ്ത്രീ ആയിരിക്കും. അതെ, സ്ത്രീ ആയിരിക്കും. അതെന്താ ഇവിടെ സ്ത്രീകൾക്കൊന്നും പുരുഷന്മാർ ശത്രു? പുരുഷന്മാർ സ്ത്രീകളോട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, സ്ത്രീകൾ പുരുഷന്മാരോട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. സ്ത്രീകൾക്ക് അതെന്താ പുരുഷന്മാർക്ക് പുരുഷന്മാർ ശത്രുക്കളില്ലേ? പണ്ട് നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ്, പണ്ടല്ലേ ഇപ്പോഴും എല്ലാവരും പറയും, അമ്മായിയമ്മയും മരുമോളും തമ്മിലാണ് പ്രശ്നം, ഇവിടെ അമ്മായിയപ്പനും മരുമോനും തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലാന്ന്. അമ്മായിയപ്പനെയും മരുമോനെ നിങ്ങൾ ഒരു വീട്ടിൽ താമസിപ്പിച്ച് നോക്കണം കുറച്ച് നാൾ, അന്നേരം അറിയാം അവർ തമ്മിൽ പ്രശ്നമുണ്ടോന്ന്. ഇവിടെ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ സൊസൈറ്റി വളരെ മോശം രീതിയിൽ ആൾക്കാരെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടുമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ജെൻഡർ എടുത്തിടാൻ പറ്റുന്നത്? അല്ല, ഈ അമ്മായിയപ്പനും മരുമോനും പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അമ്മായിയപ്പനെ കുറിച്ച് അമ്മായിപ്പൻ ഇല്ലാത്തപ്പോൾ ഭർത്താവ് ഭാര്യയോട് എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഭാര്യമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ കേസ് തന്നെ എടുത്തു, KMMയിൽ നിലവിലെ പ്രശ്നം എടുത്ത് നോക്കിയാൽ അൻസിബ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന പേര് ടിനി ടോമിൻ്റെയാണ്, അല്ലാതെ ലക്ഷ്മിപ്രിയയുടെ അല്ല. ലക്ഷ്മിപ്രിയയാണ് വന്ന് അത് എനിക്കതൊരു ബാബോയ കോടാലിയാണ്, എന്തൊക്കെയോ പറയുന്നു. ബേസിക്കലി ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് AMMയുടെ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരുപാട് അധികാര വടംവലികളും പ്രശ്നങ്ങളും എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമല്ല, കുറേ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ ലക്ഷ്മിപ്രിയയുടെ ഏതെങ്കിലും ഒരു ചാനലിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ നോക്കിയാൽ മതി. അവർ ഏന്ന് തുടങ്ങും, എന്നിട്ട് നേരെ ഇസഡ് പോകും, അത് കഴിഞ്ഞ് QRST പറയും, അത് കഴിയുമ്പോഴാണ് BCD പറയുക. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യും. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കെട്ടിപ്പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു അവരെ, ഞാൻ എച്ചിൽ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലത്തെ കണവണ ഡയലോഗുകളൊക്കെ പറയും. ഇവർ ഒരു പ്രശ്നത്തിൽ സോൾവ് ചെയ്യില്ല. അതായത് അൻസിബ ഹസനുമായിട്ടുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഞാൻ കേസ് കൊടുത്ത് അങ്ങനെ അത് പേഴ്സണൽ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ മതത്തിൻ്റെ പേരിൽ ഇവിടെ പരിപാടി നടത്തിയപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ, പിന്നെ ഞാൻ മറ്റേ ആ സംഘടനയായിരുന്നു ഈ സംഘടനയായിരുന്നു, മറ്റേ പുള്ളിയെ നോക്കും മറിച്ചേ പുള്ളിയെ നോക്കും മുതിർന്ന ആളുകളെ നോക്കും എന്ന് പറഞ്ഞിട്ട് ഇതെന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നം അവിടെ ഉണ്ട്. ഈ പ്രശ്നങ്ങളിൽ ഒരാൾ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്കെൻ്റെ ഉള്ളിലുള്ള എല്ലാം പറയണം, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു സ്പേസ് കിട്ടുമ്പോൾ ഇപ്പോഴെങ്കിലും ഇത് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അവിടെ ആൺ പെൺ ഭേദമന്യേ പ്രശ്നങ്ങളുണ്ട്. അവിടെ ആശയപരമായിട്ടുള്ള ഭിന്നതകളാണ് പല പ്രശ്നങ്ങളും. ഇപ്പോൾ അൻസിബ ഹസൻ പുറത്തു വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു മതസ്ഥാപനം എന്തിന് നമ്മുടെ പരിപാടിയെ സ്പോൺസർ ചെയ്യുന്നു, ബൈലോ പ്രകാരം പറ്റാത്തൊരു കാര്യമല്ലേ, അത് ആശയപരമായിട്ടുള്ള പ്രശ്നമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജെൻഡർ. അവിടെ ഒരു ജെൻഡറും ഇല്ല. അവിടെ കുറച്ച് വിവേകത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബൈലോ വായിച്ചിട്ടുള്ള, പിന്നെ ഒരു ചാരിറ്റബിൾ സംഘടനയ്ക്ക് ഒരു മത സ്ഥാപനം പൈസ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ ഹിന്ദുമത സംഘടനയുടെ വാങ്ങിച്ചു, നാളെ നിങ്ങൾ പൈസ വാങ്ങാൻ പോകുന്നത് മുസ്ലിം സംഘടനയായിരിക്കും, ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ സംഘടനയായിരിക്കും. ഇവർ പണം മുടക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള നീഡ്സ് ഉണ്ടാവും. നാളെ അവർ പല കാര്യങ്ങളും ആവശ്യപ്പെട്ട് വരുമ്പോൾ നമ്മൾ നോ പറയാനുള്ള സാധ്യതകളെ നമുക്ക് കട്ട് ഷോട്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതിലൊക്കെ കൃത്യമായി ചിന്തിച്ച് വേണ്ടേ തീരുമാനമെടുക്കാൻ എന്നൊരാൾ ചോദിക്കുമ്പോൾ അത് ആശയപരമായ പ്രശ്നമാണ്. ഈ പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള നീക്കുപോക്കുകളിൽ വരേണ്ട കാര്യങ്ങളാണ്. ഇതിനെങ്ങനെ നിങ്ങൾക്ക് സ്ത്രീയാണ് ശത്രു, 4 മുല ചേരാത്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയാൻ പറ്റുക? സോ അവിടെ മുലയല്ല പ്രശ്നം, തലച്ചോറാണ് പ്രശ്നം. പക്ഷേ തലച്ചോറിൻ്റെ അകത്തിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ഉടനെ മുലയിലേക്കാണ് നോക്കുക. ഈ WCCയിൽ നേരത്തെ ശ്രുതി പറഞ്ഞ പോലെ ആ പ്രശ്നങ്ങളൊക്കെ അവർ രമ്യമായി പരിഹരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ ഇതേപോലെ വിഴുപ്പലക്കം വന്നിരുന്നിട്ടില്ലല്ലോ. അതുപോലെ എത്രയോ സംഘടനകൾ, കുടുംബശ്രീകളുണ്ട്, ഹോട്ടലുകളുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. കുടുംബശ്രീ എന്നൊന്നും പറയരുത്, കാരണം എന്ത് പറഞ്ഞാലും ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇത്രയും ചീത്തപ്പേര് കേട്ടിട്ടുള്ളൊരു സംഘടന വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുടുംബശ്രീ, അയൽക്കൂട്ടം, ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലും ഉണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ അത് കാരണം ഉപജീവനം നടത്തി ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അത് വെച്ചിട്ട് മാത്രം നിങ്ങൾ മറ്റേ കലിങ്കിലിരിക്കുന്ന ആണുങ്ങളെ ഒന്നും കാണത്തില്ലല്ലോ അല്ലേ? വൈകുന്നേരം ചായക്കടയുടെ ചുറ്റും ഇരുന്ന് വരികയും പോവുകയും ചെയ്യുന്ന സകല പെണ്ണുങ്ങളെ നോക്കി എല്ലാ വൃത്തികേടും പറയുന്ന അമ്മമാരെ നിങ്ങൾ കാണത്തില്ല. നിങ്ങൾ കുടുംബശ്രീ മാത്രമേ കാണത്തുള്ളൂ, നിങ്ങൾ അയൽക്കൂട്ടം മാത്രമേ കാണത്തുള്ളൂ. എന്തെങ്കിലും യഥാർത്ഥ പ്രശ്നത്തിനെ മറയ്ക്കുക. എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്താണ് ഇവിടെ ഒരാൾ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്, അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അത് നമ്മൾ പരിഹരിക്കേണ്ട വിഷയമാണോ, അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണോ, അത് ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്നുമല്ല, നേരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പ്രശ്നത്തിനെ ഇഗ്നോർ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണത്. ഏറ്റവും സിമ്പിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കഴിവുകെട്ടൊരു മാർഗ്ഗമാണ് നിങ്ങൾ കാണിക്കുന്നത്.
ചെയ്യുന്നത്. നിങ്ങൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഈ AMMയുടെ കാര്യത്തിൽ എല്ലാവരും ഈ നേതൃമാറ്റം ഉണ്ടായി ഒരു വനിത തലപ്പത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ വനിതകൾ കൂടുതൽ അധികാരത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാണ് ഇനിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ ആ മാറ്റത്തിന് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റം വരും എന്ന് പറഞ്ഞിരുന്നപ്പോൾ വീണ്ടും നമ്മൾ കുറേ പ്രശ്നങ്ങളാണ് കേൾക്കുന്നത്. ആ പ്രശ്നങ്ങളിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ സിനിമാക്കാർ, അതായത് AMMയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ബിഗ് ബോസ് കണ്ടിരുന്നെങ്കിൽ പോലും ലക്ഷ്മിപ്രിയ ജയിക്കില്ല. അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റിനെ ജയിപ്പിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് എനിക്ക് ഉറപ്പാണ് ഇതൊക്കെ കാണുമ്പോൾ ലാലേട്ടൻ ചിരിക്കുകയായിരുന്നിരിക്കും. ലക്ഷ്മിപ്രിയ ജയിച്ചു വരുമ്പോൾ അപ്പോൾ സംഘടനയുടെ ആയിരുന്നു തീരുമാനമായി എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ മോഹൻലാൽ എവിടെയെങ്കിലും ചോദിക്കണ്ടേ? എന്തായാലും ലക്ഷ്മിപ്രിയ പോലെയുള്ള കുറേ ആളുകൾ വന്നു, ഒരാളെ അല്ല പറയുന്നത്. ഇപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുന്ന ഘട്ടം ഉണ്ടാകുന്നു, ചില ആളുകളെ മാധ്യമ വിലക്ക് കൊടുത്തു എന്ന് ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളെ ചേർത്തിട്ട് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ പ്രസിഡന്റും സെക്രട്ടറിയും സ്ത്രീകളാണെന്നുള്ള കാരണം കൊണ്ട് അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വനിതകളുടെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് എന്താണ്? നേതൃമാറ്റം ഉണ്ടായാൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് തോന്നുന്നത്? അമ്മയുടെ ആൺമക്കളാണോ പെൺമക്കളാണോ നല്ലത്? ഇതൊരു മാധ്യമ പ്രവർത്തനം ചോദിക്കുകയാണ്. അതെന്തൊരു സ്റ്റുപ്പിഡിറ്റിയാണ്. ഇവിടെ വന്നിട്ടുള്ള 2 വ്യക്തികൾ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ആൾക്കാരിൽ നിന്ന് മാറിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇത് ഡീൽ ചെയ്യുന്നതെന്ന് മാറിയിട്ട് കുറച്ചുകൂടി ഈ ഒരു സംഘടനാ അതായത് AMMയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ വരുന്നു, വളരെ യങ് ആയിട്ടുള്ള അൻസിബയെ പോലുള്ള ആളുകൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ അതിനെ അങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നല്ലേ. അപ്പോൾ ഉടനെ ചോദിക്കുന്ന ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ നല്ലത്? അപ്പോൾ ഉടനെ സ്ത്രീ തന്നെ ഇരുന്ന് പറയുകയാണ് എനിക്ക് തോന്നുന്നു ആണുങ്ങളായിരുന്നു നല്ലത്. നിന്നെ കൊണ്ട് കൊള്ളില്ല കേട്ടോ. ഈ അഭിപ്രായം പറഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള സ്ത്രീ ആയിട്ടുള്ള കാൻഡിഡേറ്റിനോടാണ് പറയാനുള്ളത്, നിന്നെ കൊണ്ട് കൊള്ളില്ല എന്നിട്ടാണ്. വേറൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ നന്നായി ഡീൽ ചെയ്തേനെ. ഇതിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോൾ പല സിറ്റുവേഷൻസും മുമ്പ് വന്നപ്പോൾ ഡീൽ ചെയ്തിട്ടുള്ള പല സ്ത്രീകളുടെയും അല്ലെങ്കിൽ അഭിനേതാക്കളുടെ മുഖമൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അവരായിരുന്നെങ്കിൽ കുറച്ചും കൂടി പക്വമായിട്ട് ഡീൽ ചെയ്തേനെന്ന് പറയുന്ന പോലത്തെ തോന്നലുകളാണ്. ഇതിനിടയിൽ ഒരു പോലീസ് കേസ് വരുന്നു. ഇതും എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള 2 പേർക്കിടയിൽ ഒരു പോലീസ് കേസ്, അതൊക്കെ വൻ കോമഡിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ട് പല ആളുകളും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിനകത്തേക്ക് എടുത്ത് മിക്സ് ചെയ്തിടുകയാണ്. ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീകൾ AMMA എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആണെങ്കിൽ പോലും ഈ പറയുന്ന നമ്മൾ എപ്പോഴും ഉറ്റുനോക്കുന്ന സിനിമ മേഖലയുടെ തലപ്പത്തേക്ക് വരുന്നു, അതിൻ്റെ ഒരു അധികാരത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പം ചിലരിലെങ്കിലും നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് AMMയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ പരാതിയുമായി മുന്നോട്ടേക്ക് വരുന്നത്. അവർക്ക് അവരുടെ ജോലി സ്ഥലത്ത് നേരിടേണ്ടി വന്ന അനീതികളെക്കുറിച്ച് അവർ പറഞ്ഞു മുന്നോട്ടേക്ക് വരികയാണ്. ഞാൻ നോക്കിയപ്പോൾ സരയു ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അതിന് സപ്പോർട്ടുമായിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. ഇത് ഇടവേള ബാബു AMMA ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അങ്ങനെ കരുതാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പല സ്ത്രീകളും അവരുടെ വെളിപ്പെടുത്തലുകൾ നടത്തിയ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വെച്ച് നോക്കുമ്പം ഇങ്ങനെ ഒരു സ്ത്രീക്ക്, അതും അവിടെ സിനിമയിലൊന്നും അഭിനയിക്കാത്ത അവിടുത്തെ ജോലിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് അതുമായി മുന്നോട്ടേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുമോ എന്ന് ഞാൻ കരുതുന്നില്ല. എന്തു ആയിക്കോട്ടെ, ഇനി അവർക്ക് അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടല്ലോ. കുറച്ച് സ്ത്രീകളുള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും നല്ല രീതിക്കും നടക്കുന്നുണ്ട്. അതിനെ ഒന്നും കാണാതെ ഇത് മാത്രം ഇങ്ങനെ തിരിച്ചും മറിച്ചും എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നത് ഇവിടെ സ്ത്രീകൾക്കുമാണ് പ്രശ്നം. ഇവിടെ ഏതെങ്കിലും ഒരു പുരുഷൻ പ്രശ്നം ഉന്നയിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും പുരുഷനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ ടിനി ടോമിനെ ലക്ഷ്മിപ്രിയ കാണുന്നില്ലേ? ടിനി ടോമിനെതിരെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ടിനി ടോമാ, അതെന്താ പുരുഷനല്ലേ? അത് ലക്ഷ്മിപ്രിയ നേരെ ടിനി ടോമിൻ്റെ ടീമായിട്ട് അങ്ങ് സ്വയം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ലക്ഷ്മിപ്രിയയുടെ ഈ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അന്ന് അൻസിബ ഭക്ഷണം പോലും കഴിക്കാതെ മാറിയിരുന്നപ്പോൾ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചിരുന്നയാളാണ് ഞാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീന കുറുപ്പിൻ്റെ ആരുടെ കാര്യം വരുന്ന സമയത്ത്, ആ വിഷയമുണ്ടായ സമയത്ത് ഞാൻ അവരെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഇവരെന്തിനെ കെട്ടിപ്പിടിക്കാൻ പോകണം? നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഡീൽ ചെയ്യാന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ ആദ്യമേ ഒരു ടീമായിട്ട്, അല്ലെങ്കിൽ ഞാൻ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് സെറ്റ് ആവുകയാണ്. ഇവിടെ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അവർ ടിനി ടോമിൻ്റെ ടീം ആവുകയാണ്. അത് മാത്രമല്ല, അവർ അൻസിബേനെ അഡ്രസ്സ് ചെയ്യുന്നത് കുട്ടി, മോള്, കുഞ്ഞ്, എൻ്റെ അനിയത്തിയെ പോലെയാണ്, എൻ്റെ മോൾ. നിങ്ങൾ അവരെ അനിയത്തിയെ മോളെയും പോലെ ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളവളെ കുട്ടി, കുഞ്ഞ്. അവർ AMMA എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ കാണും, നിലപാടുകൾ കാണും, കാര്യങ്ങളെല്ലാം കാണും. അത് അവർ പറയുന്ന സമയത്ത് കുട്ടി, കുഞ്ഞ്, മോള് ഇത് തന്നെയാണ് മുൻപിരുന്ന പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരും ചെയ്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ വരുമ്പോഴത്തേക്ക് കുട്ടി, കുഞ്ഞ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സഹപ്രവർത്തകയായിട്ട് കണ്ടാൽ മതി. നമുക്ക് ആ കൾച്ചർ ഇല്ലല്ലോ, നമുക്ക് സഹപ്രവർത്തകയില്ലല്ലോ. നമുക്ക് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റോൾ കൊടുക്കണം. AMMയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ശ്വേതാ മേനോൻ ഇന്ന് വാർത്താ സമ്മേളനത്തിലല്ല, ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അവർ പറയുന്നത്, അവര് AMMയുടെ പ്രസിഡന്റായി അധികാരത്തിലെത്തിയ അന്നു മുതൽ സ്ത്രീ ആയതിന്റെ പേരിൽ അവർക്ക് റെസ്പെക്ട് കിട്ടിയിട്ടില്ല എന്നാണ്. സ്ത്രീ ആയതിന്റെ പേരിൽ
സ്ത്രീകളുടെ ഇടയിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കണം. കാരണം ടിനി ടോമിന് വേണ്ടി ഏക്കും പൂക്കും അറിയാതെ അവിടെ വാദിക്കാൻ വേണ്ടിയിട്ട് വന്നത് പ്രിയങ്ക എന്ന് പറയുന്ന ആ സ്ത്രീയാണ്. എനിക്കത് കണ്ടപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ന്യൂസ് റിപ്പോർട്ടിങ് കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവർ ടിനി ടോം ഇങ്ങനെ നിൽക്കുക. ഒന്നാമത്തെ കാര്യം, ടിനി ടോം തനിക്ക് ഒറ്റയ്ക്ക് സംസാരിച്ചു കൂടെയോ? അൻസിബ എല്ലായിടത്തും വന്ന് ഒറ്റയ്ക്കല്ലേ സംസാരിച്ചത്? സൈഡിൽ ഇങ്ങനെ നിർത്തിയേക്കുക, എന്നിട്ട് പറയാം ഞാൻ ഇതിപ്പോൾ വന്നതുകൊണ്ട് ഞാൻ വിളിച്ച് നിർത്തുക കേട്ടോ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ. അങ്ങനെയാണെങ്കിൽ അൻസിബയ്ക്കും 10 പേരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് സംസാരിച്ചാൽ പോരെ? തനിക്ക് ഒറ്റയ്ക്ക് തൻ്റെ നേരെ ഒരു ആരോപണം വരുന്ന സമയത്ത് തനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് ഏതും പോരാത്ത പ്രിയങ്കേനെ അവർ വന്ന് അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് ഇത് അവിടെ പരാതി കൊടുത്തുകൂടി ഇവിടെ അപ്പം മാധ്യമപ്രവർത്തകരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവർ പരാതിപ്പെട്ടതാണ്, എന്നിട്ട് റെസ്പോൺസ് വന്നിട്ടില്ല. ഓക്കെ പരാതിപ്പെട്ടിരുന്നു, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ തനിക്ക് എങ്ങനെയാണ് തനിക്ക് വേറൊരാൾക്ക് വേണ്ടി വന്ന് സംസാരിക്കാൻ പറ്റുന്നത്? പ്രിയങ്കയ്ക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പുറത്തൊരു പുരുഷനാണോ ഞാൻ സംസാരിച്ചിരിക്കും. ഇനി അയാൾ ഏത് തരത്തിലുള്ള ക്രൈം ചെയ്താലും ഏത് തരത്തിലുള്ള ആരോപണം നേരിട്ടാലും ഒന്നും പ്രിയങ്കയ്ക്കൊരു പ്രശ്നമല്ല. രാവിലെ ഇറങ്ങും, ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണെന്ന് പറയും, എന്ത് വൃത്തികേടിനും കൂട്ടം നിൽക്കും, എന്ത് വിടുവായിത്തരവും വിളിച്ചു പറയും. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുടെ സൈഡിൽ നിന്നും ശ്വേതാ മേനോന് റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതും നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഇനി പുരുഷന്മാരുടെ സൈഡിൽ നിന്നാണോ? ഇവർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇത് AMMA എന്ന് പറയുന്ന സംഘടനയുടെ കാര്യമാണെന്ന്. തീർച്ചയായും ഏതൊരു സംഘടനയാണെങ്കിലും ആ സംഘടനയുടെ ഉള്ളിൽ നിൽക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന പ്രവർത്തകരായിട്ടുള്ള അല്ലെ അവിടെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ വന്ന് നിന്ന് പറയുകയാണ് ഒരു സംഘടനയിൽ നിന്നും എനിക്കൊരു അനീതി നേരിട്ടു, ഞാനതിനെതിരെ പ്രവർത്തിച്ചിട്ടും അത് യാതൊരു തരത്തിലുമുള്ള റെസ്പോൺസ് അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു സംഘടനയ്ക്കുള്ളിൽ മാത്രം നിൽക്കുന്ന വിഷയമല്ല. അത് പൊതുസമൂഹത്തിന്, അതായത് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന സംഘടനകളിൽ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ജെൻഡറിൻ്റെ പേരിലായിക്കോട്ടെ മറ്റെന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ അവരൊരു അനീതി നേരിട്ടു എന്ന് പറയുമ്പോൾ അതിനെ അവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല. വീണ്ടും അവർക്ക് അപ്പം അൻസിബയൊക്കെ വന്ന് നിന്ന് പറയുന്നതിൽ അതിന് എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് അത് തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷെ സ്വന്തം ജീവന് പോലും ഭീഷണിയുണ്ട്. അതിനകത്തുനിന്ന് പുറത്തു വരുന്ന പല ആൾക്കാരും പറയുന്നത് അങ്ങനെയാണ്, എനിക്കെൻ്റെ ജീവനിൽ പേടിയുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ആൾക്കാർ അതിനെ അഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ അന്വേഷിക്കണ്ടേ? ഈ ലക്ഷ്മിപ്രിയയും പ്രിയങ്കയൊക്കെ പറയുന്നത് ടിനി ടോം ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ചെയ്യില്ല. ലക്ഷ്മിപ്രിയ പറയുന്ന റീസണൊക്കെ വൻ കോമഡിയാണ്. ടിനി ടോം ആദ്യമായി നായകനായത് എൻ്റെ പേരായിട്ടാണ്. എന്താ അതുകൊണ്ട് അൻസിബ ടിനി ടോം എന്തെങ്കിലും ചെയ്താൽ മിണ്ടാതിരിക്കണോ? പ്രിയങ്ക പറയുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് ടിനി ടോമിനെ അറിയാം, ടിനി ടോം അങ്ങനെ നിങ്ങളടുത്ത് അങ്ങനെ ചെയ്യില്ലായിരിക്കും, നിങ്ങളടുത്ത് ഇനി മര്യാദകേട് കാണിച്ചാലും നിങ്ങൾക്കത് പ്രശ്നമല്ലായിരിക്കും, നിങ്ങളത് സഹിച്ച് നിൽക്കുമായിരിക്കും, നിങ്ങളൊക്കെ നാട്ടിലുള്ള സകലമാന സ്ത്രീകളെ ഉപദേശിക്കുന്നത് അങ്ങനെയല്ലേ, എന്ത് പ്രശ്നം വന്നാലും സഹിക്കണം, ആണുങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ കടിച്ചമർത്തണം, അത് പുറത്തേക്ക് പറയരുത്, നിങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കും, നാട്ടിലുള്ള സകലമാന സ്ത്രീകൾക്കും ഇതൊന്നും സഹിച്ച് നിൽക്കേണ്ട അവസ്ഥയില്ല. ടിനി ടോം നിങ്ങളുടെ മെക്കിട്ട് കയറിയാലും ടിനി ടോം നിങ്ങളെ അത് പറഞ്ഞാലും ഇത് പറഞ്ഞാലും നിങ്ങൾ മിണ്ടാതിരുന്നോളൂ. പക്ഷെ നീന കുറുപ്പ് മിണ്ടും, അൻസിബ മിണ്ടും, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവരത് ഉന്നയിക്കും, അവരിനിയും പോലീസ് കേസിന് പോകണമെങ്കിൽ അത് പോവും. നിങ്ങൾ ആ സമയത്തും ടിനി ടോമിന് വേണ്ടി കൊടിയും പിടിച്ചുകൊണ്ട് അവിടെ നിന്നു. പക്ഷേ ഇവിടെ നിയമമുണ്ട്, അത് നടപ്പിലാക്കാനുള്ള ആൾക്കാരുണ്ട്, അതിനവർക്ക് ഏതറ്റം വരെ പോകാമോ അതിനുള്ളൊരു ധൈര്യം അവർക്കുണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ടെങ്കിൽ അത് അവർ പോകും. പ്രിയങ്ക അതിൽ പറഞ്ഞൊരു ന്യായീകരണം ഉണ്ടായിരുന്നു. പ്രിയങ്കേനെ ടിനി ടോം വിളിക്കുന്നത് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേജിലാവുമ്പോൾ അങ്ങനെയൊക്കെ വിളിക്കും, നമ്മൾ ദേഷ്യപ്പെടും എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ദേഷ്യപ്പെടൽ ഇസ് നോർമലായിട്ട് എടുക്കണമെന്നുള്ളതാണ്. ഇപ്പം പ്രിയങ്കയാണെങ്കിലും ടിനി ടോം ആണെങ്കിലും ഇവരൊക്കെ സ്റ്റേജ് ആർട്ടിസ്റ്റുകളായിട്ട് വന്നതാണ്. ഇവരൊക്കെ സ്റ്റേജ് ആർട്ടിസ്റ്റുകളായിരുന്ന കാലം എന്ന് പറയുന്നത് കുറച്ച് പഴയ കാലമാണ്. ആ കാലം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും വില കൊടുക്കാതിരുന്ന, എന്നിട്ട് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും തല്ലും ബഹളം ഒക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം സൗഹൃദമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഇവിടെ സ്റ്റേജിൽ ബാക്ക് സ്റ്റേജിൽ ഈ തെറി വിളിക്കാതെയും ആളുകളെ ആക്രമിക്കാതെ ഒക്കെ ഇത് ഡീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡീൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്ക് സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോഴേക്കും ചീത്ത വിളിക്കണം, ബഹളം ഉണ്ടാക്കണം. അതോ ആ പ്രിയങ്കയൊക്കെ വിളിക്കുന്ന ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ടിനി ടോം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ കാണിച്ചിട്ടുള്ള അതേപോലെയാണ് പെരുമാറുന്നതെങ്കിൽ അതൊന്നും ഒരാളും ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് സീനിയറായി ഇപ്പോൾ നീന കുറുപ്പിനെ പോലെ ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ പോട്ടെ അൻസിബയെ പോലെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ഇവർക്കൊന്നും ഇവരുടെ ഈ ടാൻഡ്രം സഹിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബാക്ക് സ്റ്റേജിൽ, ഞാൻ പെട്ടെന്ന് പാനിക്കാവുമെങ്കിൽ കളഞ്ഞിട്ട് പോകണോ, തന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെയുള്ള പ്രഷറുള്ള സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കി ചെയ്യാൻ പറ്റണം. അതൊന്നും അല്ലാതെ അവിടെയൊക്കെ ഇമോഷണലി ബഹളം വെക്കാനും പൊട്ടിത്തെറിക്കാനും പോകുക എന്ന് പറയുന്നത് അതിപ്പോൾ നീന കുറുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും ടിനി ടോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും തെറ്റാണ്. മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ഇപ്പം സ്പർശിക്കുക, കൈ പിടിച്ച് വലിക്കുക എന്ന് പറയുന്നത് പോലും, ഇനി അതല്ല അയാളോട് ഷൗട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളും, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ റെസ്പെക്റ്റ് എല്ലാ കാലത്തും ഉണ്ടാവണം, ഏത് സിറ്റുവേഷനിലായാലും. അത് നിങ്ങൾക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, അത് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റമാണ് അവിടെ മാറേണ്ടത്. അല്ലാതെ മറ്റേ ആളോട് സ്റ്റേജ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത്, ഇത് പണ്ട് മറ്റേ ഈ റാഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കോളേജ് ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ്.
അങ്ങനെയൊന്നുമില്ല, അത്രേ ഉള്ളൂ. പ്രിയങ്കയുടെ തുടക്കത്തിലുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ചത് ഒരു പുരുഷന്മാരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണെന്ന്. പ്രിയങ്ക പുരുഷന്മാരുടെ അല്ല കുറേ മറ്റേ മെനിനിസ്റ്റുകൾ അങ്ങനത്തെ കുറേ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രിയങ്ക പറയുന്നത് ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിയങ്ക അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ ഇപ്പോൾ കാണിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു വളരെ ഭീകരമായിട്ടുള്ള സൈഡ് മനസ്സിലാവുന്നത്. നമ്മളിത് തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ടിനി ടോമിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്ന പ്രിയങ്കയ്ക്ക് അവിടെ എന്താണ് നടന്നതെന്ന് അറിയില്ല. അവർ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കുന്നു, അതേപോലെ നമുക്കറിയില്ലല്ലോ എന്ന് അവർ തന്നെ പറയുന്നു. ടിനി ടോം തന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള പ്രവർത്തകരോട് ചോദിക്കും. എന്നിട്ട് ടിനി പറയാം കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കല്ലേ, സാധാരണ പ്രിയങ്കയെ പോലുള്ള പ്രവർത്തകരോട് ചോദിക്കണം. അതെന്താ കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കേണ്ടാത്തത്? കമ്മിറ്റി അംഗങ്ങൾ എന്താ പ്രവർത്തകരല്ലേ? അവർക്ക് നിങ്ങളെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടണ്ടേ? എടുത്തെടുത്ത് പറയാം മൾട്ടിപ്പിൾ ടൈംസ്. കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കരുത്, സാധാരണ പ്രവർത്തകരോട് ചോദിക്കണം. ഇവിടെ കമ്മിറ്റി അംഗങ്ങളോടും ചോദിക്കും, സാധാരണ പ്രവർത്തകരോടും ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. ആൻഡ് ദാറ്റ് മാറ്റേഴ്സ്. എല്ലാവരുടെ അഭിപ്രായം, പ്രത്യേകിച്ച് നമ്മൾ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരാളോട് ഒരു ഇഷ്ടം തോന്നുന്നു, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒരുമിച്ച് യാത്ര പോകണം, ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യണം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, സമയത്തിൻ്റെ കാര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതെല്ലാം ഷെയർ ചെയ്ത് നോക്കി ഇങ്ങനത്തെ ഒരു രണ്ടുപേരും ഒരുമിച്ച് നിന്നേ പറ്റൂ എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. അതേപോലെ AMMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരുമ്പോഴാണ് അവർ ഈ പറയുന്ന ഫണ്ട് കൈമാറ്റം, ഇപ്പോൾ അൻസിബയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എങ്കിൽ ഓരോ സ്പോൺസറേയും അല്ലെങ്കിൽ ഓരോ ഡൊണേറ്റ് ചെയ്യാൻ വരുന്ന ആളുകളെയും എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും വളരെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പേഴ്സണൽ ലെവലിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ അധികാരവും പണവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോൾ AMMയുടെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും ഫണ്ട് ചിലവാക്കുന്ന അല്ലെങ്കിൽ ഫണ്ടിൻ്റെ അത്രയും താരങ്ങളൊക്കെയുള്ള ഒരു സംഘടനയാണത്. ഇവർക്ക് കിട്ടുന്നൊരു പവറുണ്ട്. എന്നുവെച്ചാൽ ആ പവറിൻ്റെ ഒന്നും മറ്റേതൊരു സംഘടനയും പോലെ ഒരു സംഘടന അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സിസ്റ്റം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക സപ്പോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പവറിലേക്ക് വരുമ്പോൾ, ഇത്രയും പൈസ ഉണ്ടാകുമ്പോൾ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അകത്തുണ്ടാകുന്ന കുറേ തീയും പുകയുണ്ട്. ഇത് സാധാരണ മെമ്പേഴ്സ് എല്ലാവരും അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും കൂടി ടിനി ടോമിനെ കുറിച്ച് പറയേണ്ടതാണ്, അവരുടെ അഭിപ്രായവും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അല്ലാതെ അവരൊക്കെ എന്നെക്കുറിച്ച് അല്ലെങ്കിലും മോശമേ പറയുള്ളൂ. അതെന്താടോ അത്? നിങ്ങൾ ആ കൂടിയിരുന്നപ്പം അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ, അതും കൂടി അറിഞ്ഞാലേ നിങ്ങളുടെ സ്വഭാവം അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ, അവർ എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവർ ഇരുട്ടത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടി മനസ്സിലായാലാണ് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയാൻ പറ്റുള്ളൂ. അത്രയൊന്നും ഡീപ്പായിട്ടൊരു മനുഷ്യനെ മനസ്സിലാക്കേണ്ട. പക്ഷേ എന്നെക്കുറിച്ച് ഇവരോട് മാത്രമേ ചോദിക്കാവൂ, അവിടെ പോയ പ്രശ്നമാണെന്ന് പറയുന്നത് അതൊരു നല്ല പരിപാടിയല്ല. നമ്മളിങ്ങനെ ഓരോ ആൾക്കാരുടെ റിയാക്ഷൻ ഇങ്ങനെ ഈ ന്യൂസ് ചാനലുകാരാണല്ലോ, ഇവർ ഓരോ വ്യക്തികളുടെ അടുത്ത് പോയിട്ട് ഓരോ ബൈറ്റ് എടുക്കും. നമ്മളിതിൽ 90% കേൾക്കുന്നത് വിവരദോഷമാണ്. ഇടയ്ക്ക് വളരെ കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള, ഇപ്പം ആക്ടർ കൃഷ്ണ എന്നല്ലേ അദ്ദേഹത്തിന്റെ പേര്, അതെ അദ്ദേഹത്തിന്റെ അടുത്തും അങ്ങനെയുള്ള വളരെ കുറച്ച് പേരുടെ അടുത്തു നിന്ന് മാത്രമാണ് നമുക്കിപ്പോൾ മാലാ പാർവതിയുടെ അടുത്ത് പോകുമ്പോൾ വളരെ സെൻസിബിൾ എന്ന് നമുക്ക് തോന്നുന്നത്, നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ്സ്. അപ്പോൾ നമ്മളായിരിക്കും ഇവരൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ പ്രിയങ്ക വന്നിട്ട് ഒരു പിണ്ണാക്ക് പറയാതെ വന്നതെന്ന് ആണാണോ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പം കൃഷ്ണ ഇവിടെ പറയുന്നത് ഞാൻ പഠിക്കട്ടെ, ഞാൻ ബൈലോ വായിച്ചിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്, പഠിച്ചിട്ട് വേണം ഞാനിതിനകത്തൊരു അഭിപ്രായം പറയാനെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ അറിയാവുന്ന ഒരു മനുഷ്യൻ, നമുക്കൊരു എക്സ്പെക്റ്റേഷനാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരട്ടടോ. എന്നെ ഒരുപാട് ഇതിനകത്തേക്ക് വിളിച്ചിട്ടും ഞാൻ മാറി നിൽക്കുകയാണ്, എൻ്റെ മനസ്സ് മടുത്തുപോയി എന്ന് പറഞ്ഞിട്ട് ജോയ് മാത്യു എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ച് ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ തോന്നി, മനസ്സ് മടുത്തിട്ടായാലും ശരി, എന്തിൻ്റെ പേരിലായാലും ശരി, ഇതുപോലുള്ള ആൾക്കാരൊക്കെ ആ പരിസരത്തോട്ട് പോകാത്തതാണ് നല്ലത്. അതിനി AMM എന്ന് പറയുന്ന സംഘടനയ്ക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളൊക്കെ പോകാത്തതാണ് നല്ലത്. ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളെ ജോയ് മാത്യു അഡ്രസ്സ് ചെയ്യുന്നത് ഇത് മറ്റേ അടുക്കളയിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അടുക്കള വഴക്കാണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം കൂടി ആഡ് ചെയ്യണം. ഈ ആദ്യത്തെ വാർത്തയൊക്കെ വന്ന സമയത്ത് ഈ നടിമാരുടെ ഫോട്ടോസ് മാത്രമാണല്ലോ മിക്കവാറും നമ്മുടെ പ്രസ് ഫോട്ടോ അടിക്കുക. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ഫേക്ക് ID എന്ന് വന്ന കമൻറ്റാണ്, അല്ലെങ്കിലും ഇതൊക്കെ വെറും കുടുംബശ്രീ പെണ്ണുങ്ങളുടെ, ചന്ത പെണ്ണുങ്ങളുടെ, അടുക്കള പെണ്ണുങ്ങളുടെ പ്രശ്നമായി മാറി എന്ന് ഒരു കമൻറ്റ് വന്നപ്പോൾ അതിൻ്റെ താഴെ കുറേ പ്രശ്നങ്ങൾ കുറേ ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ നിലവാരത്തിലാണ് ജോയ് മാത്യു സംസാരിക്കുന്നത്. അയാൾ ആ ഇൻ്റർവ്യൂവിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ ഒരുമാതിരി അടുക്കള, ആ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോകും അടുത്ത ലെവലിൽ. അപ്പോൾ തന്നെ അല്ല അതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പിന്നെ ഞാനും ഒരു പഴയ മനുഷ്യനാണല്ലോ, അപ്പോൾ എനിക്ക് പഴയ പല പ്രയോഗങ്ങളും പറയേണ്ടി വരുമല്ലോ. അത്രയും പഴയ മനുഷ്യനൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ട സംഘടനയുടെ ഒക്കെ മുന്നിൽ മോളിൽ പോയി നിൽക്കുന്നത്? അതെ, ആ പഴയ കാലത്ത് തന്നെയാണ് സ്റ്റിൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ദയവ് ചെയ്ത് പുതിയ പിള്ളേരുള്ള സ്ഥലത്തോട്ട് നിങ്ങൾ ചെന്ന് കയറി കൊടുക്കരുത്. അൻസിബ എന്നൊക്കെ പറയുന്നത് അവർ ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. ബാക്കി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും
കാര്യങ്ങളും ഒക്കെ തെളിവ് സഹിതമോ നിയമപരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും അത് അവരെ ഒരു സൊല്യൂഷൻ കണ്ടെത്തട്ടെ. പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കിത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനെയാണ് ഈ വിവരമില്ലാത്ത മനുഷ്യൻ വന്നിട്ട് അടുക്കള വഴക്ക് എന്നിട്ട് ഒരു പുച്ഛത്തോടുള്ള ചിരിയൊക്കെ ഉണ്ട്. അല്ല, ജോയ് മാത്യു ഇതിന് മുമ്പും AMMയിലുള്ള പല കാര്യങ്ങളെയും ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അത് ഇപ്പോൾ ഈ ജിമ്മിലെ ചെക്കന്മാരുടെ വഴക്കെന്നോ അല്ലെങ്കിൽ ഈ ആണുങ്ങൾ കലിങ്കിലിരുന്ന് വഴക്കുണ്ടാക്കുന്ന പോലെ ഒന്നുള്ള അങ്ങനെയുള്ള ഒരു പ്രയോഗവുമില്ല. ആ പ്രശ്നത്തിനോടുള്ള തൻ്റെ വിയോജിപ്പ് വ്യക്തമാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയം വന്നപ്പോഴേക്കും അത് അടുക്കള വഴക്കായി, അല്ലെങ്കിൽ അടുക്കള പെണ്ണുങ്ങളുടെ പ്രശ്നമായി. അങ്ങനെ ഈ ജെൻഡറിനോടുള്ള ഈ അദമ്യമായ പുച്ഛം വഴിഞ്ഞൊഴുകുന്ന ഒരു സ്റ്റാൻഡ് അതൊക്കെ എടുക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഇവർ തന്നെ പറയുന്ന പോലെ 500 അംഗങ്ങളുള്ള, അതും സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ ഏറ്റവും മോളിത്തെ നിലയിലേക്ക് എങ്ങനെയാണ് ഇവർക്ക് എത്താൻ പറ്റുക? അതും കൂടെയുള്ള ഇപ്പോൾ ശ്വേതാ മേനോൻ അടക്കമുള്ള സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങിയുള്ള ഇത്രയും ആളുകളെയും ജോയ് മാത്യു അപ്പം നോക്കി കാണുന്ന ആംഗിൾ എന്താണ്? അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്കങ്ങോട്ട് പോകാൻ തോന്നാറില്ല. പോകാൻ തോന്നാറില്ലെങ്കിൽ താൻ പോവരുത്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി എല്ലാത്തിൻ്റെ മുന്നിലെന്നും പറഞ്ഞ് കയറി അവിടെ ചെന്നിരുന്നിട്ട് ഈ ആറ്റിറ്റ്യൂഡും വെച്ച് ഇവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആ എക്സിക്യൂട്ടീവ് മെമ്പറിൻ്റെ പവർ കാണിക്കേണ്ടത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ഡീൽ ചെയ്യേണ്ടതെന്ന് ബാക്കിയുള്ളവരോടും കൂടി സംസാരിക്കുക. അവിടെ ചിലപ്പോൾ ഒച്ച ഉണ്ടാക്കേണ്ടി വരും. നിങ്ങളെക്കാൾ ശബ്ദത്തിൽ സംസാരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഉണ്ടാവും. നിങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞുമൊക്കെ അവിടെ സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അവരെയും കൂടി മാനേജ് ചെയ്തുകൊണ്ട് ഈ കമ്മിറ്റിയിലെ എൻ്റെ സ്ഥാനത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണം. അല്ലാതെ അവിടെ വഴക്കുണ്ടാകുമ്പോഴേക്കും മുണ്ട് തലയിലിട്ടിട്ട് ഓടി വന്നിട്ട് അത് മുഴുവൻ അടുക്കള പെണ്ണുങ്ങളുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതേ പുള്ളി തന്നെ പിന്നീട് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ടിനി ടോം അങ്ങനെയൊന്നും പറയില്ലെന്നേ. ടിനി ടോം ഒരു കലാകാരനല്ലേ, വല്ല തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കിയിരിക്കുന്നത് തമാശയുടെ സെൻസിൽ അങ്ങ് എടുക്കണം. കലാകാരന്മാരുടെ ഉള്ളിൽ വർഗീയത ഉണ്ടാവില്ല, കലാകാരന്മാര് വർഗീയവാദികളാവാൻ പറ്റില്ല, അവർ ശുദ്ധ മനസ്സുള്ളവരാണ്. മിനിമം ആ ലക്ഷ്മിപ്രിയയുടെ 1-2 ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചായിരുന്നെങ്കിൽ ഈ വർത്താനം പറയാൻ തന്നെ കൊണ്ട് പറ്റുമോ? അപ്പോൾ അത്രയും പോലും കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഒരു ബോധവും ഇല്ലാതെ വന്നിരുന്നു. പിന്നെ കലാകാരന്മാരൊക്കെ നല്ല രീതിക്ക് വർഗീയത പറയുകയും കാണിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് കലാകാരന്മാർക്ക് അങ്ങനെ എക്സെപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ. ജോയ് മാത്യു ചിലപ്പോൾ ഇവരെ ഒന്നും കലാകാരന്മാരായിട്ട് കണ്ടിട്ടുണ്ടാവില്ല, അതായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ എന്നിട്ട് പുതിയ തലമുറയിലെ ആൾക്കാരെ അങ്ങ് കുറ്റം പറയാം. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് സെൻസിബിളായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഇവർ തന്നെ പറയുമല്ലോ, മാധ്യമങ്ങൾ എടുത്തിട്ട് അങ്ങനെ പറയുന്നു. ലക്ഷ്മിപ്രിയ പറഞ്ഞു എനിക്ക് സങ്കടം തോന്നും ആ മാധ്യമങ്ങൾ, പ്രധാനമന്ത്രിയോളം ആൾക്കാർ ഈ ലോകത്ത് ശ്രദ്ധിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉള്ള ഇവിടെ കേരളത്തിൽ മാത്രമാണ്, കൂടിപ്പോയ തമിഴ്നാട് 1-2 സ്റ്റേറ്റൂടെ പോകും, അല്ലാതെ പ്രധാനമന്ത്രിയോളം ഒന്നും ഇവരെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരെടുത്ത നിലപാടും അപലപനീയമായിരുന്നു. സ്ത്രീകളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അന്ന് അതായത് ലക്ഷ്മിപ്രിയയ്ക്ക് തന്നെ 2 സ്റ്റാൻഡാണ്. അത് ഞാൻ ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുമ്പോൾ പ്രിയങ്കേനെ, ഇവർ തമ്മിൽ ആരാണ് ഏറ്റവും എനിക്കിപ്പോഴും തോന്നുന്നത് ഒരു പൊടിക്ക് കൂടുതൽ പ്രിയങ്കയ്ക്കാണ്. പക്ഷേ എന്നാലും ഞാൻ ഒരാളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ 2 പേരെയും കൂടെ കണക്കാക്കിക്കോണേ. ഇവർ തന്നെ പറയുന്ന കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും AMMയിൽ പരിഹരിക്കപ്പെടണം. എന്നിട്ട് അൻസിബ ഇത്രയും പറഞ്ഞിട്ടും അവിടെ ഇതായില്ല എന്ന് അറിഞ്ഞ സമയത്ത് അവർ മെയിൽ അയച്ച സമയത്ത് ചോദിച്ചു എന്തിന് മെയിൽ അയക്കുന്നു, ഇതിനകത്ത് പറഞ്ഞങ്ങ് പരിഹരിച്ചാൽ പോരെ. എന്നിട്ട് ഇവിടെ ഒന്നും ഒരു പരിഹാരവും കിട്ടാതെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ മാധ്യമങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നത് ഇത് എന്തിനാണ് മാധ്യമങ്ങളിലേക്ക് പോകുന്നത്, ഇതിനകത്ത് പരിഹരിച്ചാൽ പോരെ. ഇനി എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടിട്ട് പോട്ടെ, ഇത് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഒരു രീതിയിലും ഒഫീഷ്യലി റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ചോദിക്കും എന്തുകൊണ്ട് ഒഫീഷ്യലി റെസ്പോണ്ട് ചെയ്തില്ല എന്ന്. അതെ, ഇതെന്താ പറയുക, ഇത് നമുക്കൊക്കെ ഞാനൊക്കെ എൻ്റെ ഏറ്റവും ചെറിയ ഏജിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം നമ്മളൊക്കെ ഇതേപോലെയുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന ഓഫീസ് പൊളിറ്റിക്സ്, ജെൻഡർ പൊളിറ്റിക്സ്, എന്നോടൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലും ന്യായമായ ഒരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അത് നമ്മൾ തെളിവ് സഹിതം അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അത്ര പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മുന്നോട്ടേക്ക് വെക്കുമ്പോൾ ഇവർ പറയുന്നത് കുട്ടിക്ക് അറിയാഞ്ഞിട്ടാണ്, ഇത് മോളല്ലേ, മോൾ എന്തിനാ ഇതിനകത്തൊക്കെ, ഈ രീതിയിലാണ് നമ്മൾ. അപ്പോൾ എനിക്ക് ഇവരൊക്കെ ഈ കുട്ടി മോളെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ അറിയാം, നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് അല്ലാതെ തന്നെ നമ്മൾ പറയുന്നതാണ്. ഓഫീസ് പൊളിറ്റിക്സിൽ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ വളരെ മോശമായി ബാധിക്കുന്ന കാര്യമാണ്. പല മനുഷ്യന്മാരും ഏതെങ്കിലും നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ മൈ ബോസിനകത്ത് കണ്ടിട്ടില്ലേ, മറ്റേ ഇതിനകത്ത് കയറി അതെ, നിങ്ങൾക്ക് തന്നെ അറിയാലോ വർക്ക് ചെയ്യുന്ന എത്ര ആൾക്കാരാണ് സ്വസ്ഥമായും സമാധാനമായും ഒരു സ്ഥലത്ത്. നമുക്ക് അങ്ങനെ ഒരു വർക്ക് സ്പേസ് കൾച്ചർ പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരെ മറികടന്ന് വേണം ഒരു കാര്യം. അപ്പം നോക്കുമ്പോൾ ആൾക്കാർക്ക് എന്താണ് ഈസി ആയിട്ട് ഓക്കെ ഇവിടെ സോഷ്യൽ മീഡിയ ഉണ്ട്, ഇവിടെ മാധ്യമപ്രവർത്തകരുണ്ട്, അവർക്ക് അവരവരുടേതായ പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലൊരു ഹോട്ട് ന്യൂസ് എന്ന് പറയുമ്പം അവരതിനെ കവർ ചെയ്യും.
മിനിമം കുറച്ച് പേരിലേക്കെങ്കിലും അത് എത്തും. അപ്പോൾ ആ ഒരു സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്യും. ഇതിൽ അൻസിബ മെയിൽ അയച്ച കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങളിൽ പലരും ഓഫീസിൽ ചെന്നാൽ മെയിലൊന്നും ചെക്ക് ചെയ്യാറില്ല. ലക്ഷ്മി, പിന്നെ നിങ്ങൾക്ക് എന്ത് പണി അവിടെ? എന്നിട്ട് ലക്ഷ്മിപ്രിയ പറയുന്നത് അവിടെ ഇത്ര ക്യാമറ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായി സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ 21 ക്യാമറയിൽ പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത്? ഞങ്ങളൊരു കുടുംബമാണ്. അമ്മ എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബമാണ്. അങ്ങനെ കുടുംബത്തിൽ 21 ക്യാമറ വെക്കേ എൻ്റെ ജഗദീശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് 21 ക്യാമറ അവരുടെ പ്രശ്നമാണ്. പക്ഷെ അവർ ഓഫീസിൽ ചെന്നാൽ മെയിൽ വെക്കൂല. ശരിക്കും ആ ക്യാമറകൾ മുഴുവൻ എല്ലാ അംഗങ്ങൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കോമഡി സിനിമകളൊക്കെ ഉണ്ടാവും. ഇവർ ഈ പറയുന്ന അവസ്ഥയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ. കാര്യം മെയിൽ ചെക്ക് ചെയ്യുന്നില്ലടോ. പിന്നെ നിങ്ങൾ എന്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി? അതിനല്ലേ മെയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലാതെ മറ്റേ ഇവിടെ തീർക്കണം. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഏച്ചി ഒരു പ്രശ്നമുണ്ട് ഏച്ചി, അതേ നമ്മൾ അവിടെ വെച്ചിട്ട് വഴക്കുണ്ടായില്ലേ, അപ്പോൾ എനിക്ക് വിഷമമായിട്ടോ. സാരില്ല മോളെ, ഞാൻ നിന്നോട് എല്ലാം ക്ഷമിച്ചിരിക്കണം, താങ്ക് യു ഉണ്ട് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞ് കാല് തൊട്ട് തൊഴുമ്പോൾ പ്രശ്നം തീർന്നു. കെട്ടിപ്പിടിക്കൽ മസ്റ്റാണ്. മറ്റേ മുറുക്ക കെട്ടിപ്പിടിച്ചിരുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിപ്പിടിച്ച് പ്രശ്നം സോൾവ് ആക്കി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പൊക്കെ പറഞ്ഞു പോകുന്നതാണ് ഇവർ പ്രശ്നം സോൾവിങ് എന്ന് പറയുന്നത്. അങ്ങനെ അല്ല കേട്ടോ. ഈ ഒരു കോർപ്പറേറ്റ് സെക്ടറിലേക്കൊന്നും നിങ്ങളെ കടക്കണമെന്ന് പോലുമില്ല. 2-3 ആളുകൾ അധികാരം കൈകാര്യം ചെയ്യുന്ന 2-3 ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒഫീഷ്യലി മെയിൽ അയച്ച ആ കമ്മ്യൂണിക്കേഷൻസ് റെക്കോർഡിക്കലാക്കണം. അതിനാണ് നമ്മൾ ഈ പറയുന്ന മെയിലും പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതിരുന്നിട്ട് ഇതൊന്നും കൺസിഡർ ചെയ്യാറുണ്ട്. ഞങ്ങൾ മെയിൽ കണ്ടിട്ടില്ല, മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടില്ല, അത് ഡിലീറ്റ് ആയിപ്പോയി, റിക്കവർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മെയിൽ ഡിലീറ്റ് ആയിപ്പോയിന്ന്. അത് എന്തൊരു മെയിൽ സിസ്റ്റമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എമ്മയുടെ ഈ പരിപാടികളിൽ ഏത് സെർവർ ഉപയോഗിച്ചാണ് ഇവർ മെയിൽ അയക്കുന്നത്? അത് ആരാണ് ഡിലീറ്റ് ചെയ്യുന്നത്? 21 ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറയിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ ആരാണ് മെയിൽ ഡിലീറ്റ് ചെയ്തതെന്നുള്ളത്. അതും ഇവിടെ ഒരു വിഷയമായിട്ട് വരുന്നില്ല. എന്നിട്ട് ഇതൊക്കെ ഇവിടെ പരിഹരിക്കണം. അത് പ്രിയങ്കയും പറയുന്ന എന്തുണ്ടെങ്കിലും ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ മോഹൻലാലും മമ്മൂട്ടിയും രാവിലെ എണീറ്റ് കയ്യും കാലും കഴുകി കുളിച്ച് റെഡിയായിട്ട് വരികയാണല്ലോ. എമ്മയിൽ ഇന്നത്തെ 10 പ്രശ്നം എടുത്ത് നോക്കും, നമുക്ക് പരിഹരിക്കാം. അവർക്കൊക്കെ വേറെ ജോലിയുണ്ട്, ഇവിടെയുള്ള എല്ലാവർക്കും ജോലിയുണ്ട്. ഈ പറയുന്ന സംഘടനയ്ക്കകത്ത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതും കൂടി ചേർത്ത് പരിഹരിക്കാനാണ് നിങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാക്കി നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നടപ്പിലാവാതെ അവർ വരട്ടെ, അല്ലെങ്കിൽ അവരുടെ ടേമിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താണെന്നറിയോ, അവിടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് പുറത്ത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ആളുകൾ നോക്കും. അതങ്ങനെയാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാനേജറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞേ. അവിടെ കമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR എന്ന് പറയുന്ന ഒരാളുണ്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഈ AMMയിൽ എന്ത് തേങ്ങയാണുള്ളത് എനിക്കറിയില്ല കേട്ടോ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് അതിലും പവർഫുൾ ആയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ മോഹൻലാലും മമ്മൂട്ടിയും പറയും. മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ സിനിമയുണ്ട്, നമുക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അൻസിബ് പറഞ്ഞത് ലാലേട്ടനെയും മമ്മൂക്ക് ഈ കാര്യം അറിയിച്ചപ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ എന്നവർ തിരിച്ച് പറഞ്ഞു എന്നാണ്. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു രാവിലെ എണീറ്റിട്ട് പത്രം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവർ കാണുന്ന മുഴുവൻ AMMയിൽ വൻ പൊട്ടിത്തെറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്ക് പറഞ്ഞ് കളിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഈ ലീക്കായി പോയിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളാണ്. ലക്ഷ്മിപ്രിയയുടെ ലീക്കായ കോൾ കേട്ട് കഴിഞ്ഞാൽ അതൊരു സ്റ്റഡി മെറ്റീരിയലാണ്. ഒരു മനുഷ്യൻ എങ്ങനെ മറ്റൊരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കരുത്, അല്ലെങ്കിൽ എങ്ങനെ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കണം എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇതൊരു സ്റ്റഡി മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം. അത് അയച്ച ആളാണ് പറയുന്നത് നമ്മൾ അങ്ങനെയല്ലേ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോമഡികളൊക്കെയാണ് ലാലേട്ടനും മമ്മൂക്കയും കാണുന്നത്. അൻസിബയെ സംബന്ധിച്ച് അവർ മെയിൽ അയച്ചു, അതിനുശേഷം കാത്തിരുന്നു, അവർ രാജിവെക്കാമെന്ന് പറഞ്ഞു, രാജിവെക്കണ്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാം ഈ പറയുന്നത് ഒരു റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല. അൻസിബയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണിത് എന്തെങ്കിലും ഒരു റെക്കോർഡിക്കലാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അൻസിബ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എന്തായാലും ഇവരെന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ധീരരക്തസാക്ഷി, അതായത് ഓപ്ഷൻ എത്രയേ ഉള്ളൂ, ഒന്നെങ്കിൽ രക്തസാക്ഷി അല്ലെങ്കിൽ ധീരരക്തസാക്ഷി. അപ്പോൾ ഞാൻ ധീരരക്തസാക്ഷി ആയിക്കോളാം എന്ന് അൻസിബ് തീരുമാനിക്കുകയാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്ര സിനിമകളുടെ മാത്രം വളർച്ചയുള്ള ഒരു അഭിനേത്രിക്ക് അധികാര സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഭയപ്പെടണം എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഉള്ളതെന്ന് പറയുമ്പോൾ അതിവിടെ ഭയങ്കരമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യപ്പെടണം. ഇവരുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് തോന്നിയ വിഷയം ഇതാണ്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് സ്ത്രീകൾ അധികാരത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് നമ്മളൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇവിടെയും സ്ത്രീകൾ അധികാരത്തിലേക്ക് വന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി കുറച്ച് പേര് ഒരു സൈഡിലിരിക്കുകയാണ്. ഇപ്പോൾ മാലാപാർവതിയൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സമയത്ത്
പ്രതീക്ഷയായിരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും, പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് എന്നാ വരട്ടെ, വന്നിട്ട് നമുക്ക് ഈ പറയുന്ന അടുക്കള വഴക്ക് എന്നൊക്കെ പറയാമെന്നൊക്കെ പറയുന്ന ജോയ് മാത്യുവിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇതിൽ കുറച്ചു പേര് അധികാരത്തിലേക്ക് വരുന്നു, അവർ തമ്മിൽ ഈ പറയുന്ന പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പല പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. അതൊക്കെ ഇനി അവരുടെ 21-ാം തീയതിയിൽ വരുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ അവർ സംസാരിച്ച് തീർപ്പാക്കും എന്നൊക്കെയാണ് പറയുന്നത്. ജൂൺ 21. ജൂൺ 21. അതുവരെ ഇവരെയൊക്കെ ഒന്ന് വാമൂടി കെട്ടാൻ പറ്റുമായിരിക്കുമോ, അല്ലെങ്കിൽ ലീഗലി മൂവിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കുമോ? അത്രയും ദിവസം നമ്മളിത് കേൾക്കണ്ടേ, ഇതിന്റെ ന്യായീകരണ പ്രമാണങ്ങളൊക്കെ? എന്തായാലും 21-ാം തീയതിയുള്ള മീറ്റിംഗിൽ അവർ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യം, കണ്ടുപിടിക്കട്ടെ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ആ സംഘടനയിലെ മെമ്പേഴ്സിന് അപ്രോച്ചബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം. അവർക്കൊരു, അല്ലാതെ ഈ സംഘടന നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അതിനകത്തെ ആൾക്കാർക്ക്, അതിനകത്തെ മെമ്പേഴ്സിന് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ ആശയങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന അധികാര സ്ഥാനത്ത് ഇത്ര ആൾക്കാർ ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു വ്യക്തിയാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഏത് സംഘടനയാണെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകട്ടെ. പക്ഷെ നമ്മൾ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യുമ്പം എനിക്ക് 2 കാര്യങ്ങളാണ് അഡ്രസ്സ് ചെയ്യാനുള്ളത്. ഒന്ന്, കുറച്ച് വിശ്വാസികളോടാണ്. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. 75 ലക്ഷം രൂപ ആരാണോ കൊടുത്തത് ആ വ്യക്തി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. 2 കോടി രൂപ വരെ ആ ക്ഷേത്രത്തിന്റെ പേരിൽ സ്പോൺസർഷിപ്പിൽ നമ്മൾക്ക് കിട്ടിയിരുന്നേനേമെന്ന് ശ്വേതാ മേനോൻ പറയുന്നു. ഒരു അമ്പലത്തിന്റെ വരുമാനം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന നിങ്ങൾ ശത്രുസംഹാര പൂജ എന്നും അർച്ചന മറ്റേ വഴിപാടെന്നും ഈ വഴിപാടെന്നും ഒക്കെ പറഞ്ഞ് സാധാരണപ്പെട്ട ജനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന പൈസയല്ലേ ഇത്? ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം കേട്ടോ, ദേവസ്വം ബോർഡ് അല്ല കൊടുത്തത്, ഒരു അമ്പലം നേരിട്ടാണ്. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹിന്ദുക്കളുടെ പൈസയാണെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്തിനാ ഈ പൈസ കൊടുത്തത്? ഇവർക്ക് സ്പോൺസർഷിപ്പ് നടത്താനോ, ഇവർക്ക് കൂട്ടം കൂടിയിരുന്ന് തിരുവാതിര കളിക്കാനോ, ഇവരുടെ കുടുംബസംഗമം നടത്താനോ? ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പൈസ കൊടുക്കുന്നത്? എനിക്ക് എല്ലാ വിശ്വാസികളോടും ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ഇത്രയും വിശ്വാസത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ, ഇവിടെ വേറെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളില്ലേ ഇതൊക്കെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു അമ്പലത്തിന് ഈ അഡ്വർടൈസ്മെന്റ് കിട്ടിയിട്ട് എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന പണത്തിനെ അവർ വിനിയോഗിക്കുന്നു, അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു അമ്പലത്തിന് എന്തിനാണ് സിനിമാ താരങ്ങളുടെ പരിപാടി സ്പോൺസർ ചെയ്തിട്ട് അവർക്ക് എന്താണ് അതിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത്? ഐ മീൻ നമ്മുടെ ടേക്ക് ഹോം എന്താണ് എന്ന് പറയുന്നൊരു വലിയ ചോദ്യം ഉണ്ടല്ലോ. അതിവിടെ ശരിക്കും ചോദിക്കണം. പിന്നെ ആ പണം അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഏത് ഫണ്ടിൽ നിന്നാണ് ഇങ്ങനൊരു സ്പോൺസർഷിപ്പിന് വകയിരുത്തിയിട്ടുള്ളത്? നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയൊക്കെ ആണെങ്കിൽ ഈ AMMA പോലെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് CSR ഫണ്ട് മാറ്റി വെക്കാൻ പറ്റും. അതായത് ചാരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് മാറ്റി വെക്കാൻ പറ്റും. ഒരു അമ്പലം എന്ന് പറയുമ്പോൾ അതൊരു ട്രസ്റ്റ് ആണല്ലോ. മിക്കവാറും കേസിൽ എനിക്ക് ഉറപ്പില്ല ഇതിൻ്റെ പരിപാടി എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന്. കേന്ദ്രം അന്വേഷിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കേരള സർക്കാരിന് നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അമ്പലത്തിന് 75 ലക്ഷം രൂപ സിനിമാക്കാർക്ക് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്, അതോ അവരുടെ കുടുംബ സംഗമം. ശ്വേതാ മേനോൻ പറഞ്ഞത് വെച്ചാൽ 2 കോടി വരെ കിട്ടിയിരുന്നേനെ എന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അമ്പലത്തിൽ വരുന്ന ഇത്രയും പൈസയാണ്. ഇത് ചോദ്യം ചെയ്യാൻ ഭക്തജനങ്ങൾക്ക് ഇവിടെ അവകാശമില്ലേ? ചോദ്യം ചെയ്യണം. കാരണം ഈ പരിപാടി എന്ന് പറയുന്നത് ഒരു വലിയ അവാർഡ് നൈറ്റ് പരിപാടിയോ അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് ഇപ്പം ഇങ്ങനെ ഒരു അമ്പലമുണ്ട്. ഇപ്പം തെക്കേടത്തമ്മ പുരസ്കാരം കൊടുത്ത സമയത്ത് ഒരുപാട് പേര് ട്രോൾ ചെയ്തു. പക്ഷേ തെക്കേടത്തമ്മ ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു, ട്രോൾ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ. ഇതിനകത്ത് ഒരു മാർക്കറ്റിംഗ് സാധനം ഉണ്ട്. നമ്മൾ സംശയം ഉണ്ടെങ്കിൽ മോഹിനിയാട്ടം സിനിമ ഉണ്ടാകും, അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ അമ്പലത്തിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അവർ ചെയ്യുന്നതിൽ അവർക്കും ഈ പറയുന്ന പോലെ ഒരു മോണിറ്റൈസേഷൻ വരേണ്ടതാണ്. അതിൽ നിന്ന് റവന്യൂ ഉണ്ടാവണം. അതിൽ നിന്ന് ചിലപ്പോൾ കയറ്റ് വരുമായിരിക്കും, ചിലപ്പോൾ അമ്പലത്തിന് വേണ്ടി വിശ്വാസികളുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ അവർ ഒരുപാട് പണം ഇങ്ങനെ ദാനം ചെയ്യുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനൊരു പരിപാടിക്ക്, ഇതും ഈ അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഈ പരിപാടിക്ക് ഈ ഫണ്ട് മുടക്കിയത് വഴി ഈ വിവാദം വന്നപ്പോൾ അമ്പലത്തിൻ്റെ പേര് കേട്ടതല്ലാതെ ആരെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടോ? സോ ഇവർക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അഡ്വർടൈസിങ് ഒന്നും കിട്ടുന്നില്ല. ഈ പറയുന്ന സിനിമാ താരങ്ങൾ ഇനി എല്ലാ ദിവസവും വന്ന് അമ്പലം, അയ്യോ ഈ അമ്പലമാണ് ഏറ്റവും സൂപ്പർ അമ്പലം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് ആസ് എൻ ഇൻഫ്ലുവൻസർ ലെവലിൽ അമ്പലത്തിനെ പൊക്കിയെടുക്കാൻ പോകുന്നില്ല. ഒന്നുമില്ല. അതായത് ഈ അമ്പലത്തിന് യാതൊരു തരത്തിലും റിട്ടേൺ ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി അവർ ഇത്രയും പണം മുടക്കാൻ തയ്യാറാവുമ്പോൾ എന്താണ് അവിടെ നടന്നിട്ടുള്ള കൈമാറ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, ഇനി ബാക്കിയുള്ള മതസംഘടനകളും പണം മുടക്കാൻ വരികയാണെങ്കിൽ, അവരും ഇതുപോലെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ അതിനൊക്കെയും വഴങ്ങി കൊടുക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലാണോ AMMയുടെ ഈ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതൊരു ചോദ്യമാണ്. ആ വാലിഡ് ക്വസ്റ്റ്യൻ അൻസിബ മുന്നോട്ട് വെച്ചത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറാം. നമുക്കും ചോദിക്കാനുള്ളതാണ്, എന്തിനാണ് ഈ അമ്പലം പൈസ കൊടുത്തത്?
അത് വിശ്വാസികളാണ് ചോദിക്കേണ്ടത്. കാരണം ഇപ്പോൾ ചിലവാക്കിയിട്ടുള്ളത് വിശ്വാസികളുടെ ഫണ്ടാണ്. ദേവസ്വമൊക്കെ ആണെങ്കിൽ നമുക്ക് കേരള ഗവൺമെൻറ്റിനോട് ചോദിക്കാം. പക്ഷേ ഈ കൊടുത്തിട്ടുള്ളത് വിശ്വാസികളുടെ കയ്യിൽ നിന്ന് ഫണ്ട് പിരിക്കുന്ന ഒരു അമ്പലമാണ്. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് ലക്ഷ്മിപ്രിയ ചേച്ചിയോടാണ്. എനിക്ക് വളരെ സങ്കടമുണ്ട്. നിങ്ങൾക്ക് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതിന് നിങ്ങൾ തന്നെ ഇൻ്റർവ്യൂവിൽ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അങ്ങനെയാണ് പരാതി കൊടുത്തതെന്ന്. അത് ഏറ്റവും മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു സ്ത്രീക്ക് തൻ്റെ വീട്ടിൽ നിന്നും, അതായത് ഭർത്താവിൽ നിന്നും ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. യാതൊരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഓക്കെ ആയി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പ്ലീസ് നിങ്ങളുടെ മെൻ്റലി ആണെങ്കിലും ശരി, നിങ്ങൾ ഫിസിക്കലി ആണെങ്കിലും ശരി, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് മുന്നോട്ടേക്ക് പോകൂ. നിങ്ങളുടെ മാത്രമല്ല, ഈ പറയുന്ന ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒക്കെ തമ്മിലുള്ള വഴക്കും അത് ഇത്തരത്തിലുള്ള ഏറ്റവും മോശമായ ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആണ്. പ്ലീസ്, ബാധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മനുഷ്യരും എല്ലാ തരത്തിലുമുള്ള ഹെൽത്ത് ടേക്ക് കെയർ ചെയ്ത് നന്നായിട്ടിരിക്കൂ. പക്ഷേ ഞാൻ ഈ ഒരു സെൻറ്റൻസ് ലക്ഷ്മിപ്രിയ ചേച്ചിയോട് പറയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിരിക്കും. കാരണം ഇക്കണ്ട കാലം അത്രയും കേരളത്തിലെ സകലമാന സ്ത്രീകളെയും ഉപദേശിക്കാൻ വേണ്ടി മെനക്കെട്ട് നടന്നതാണ് ചേച്ചി. അതായത് കല്യാണം കഴിക്കാത്ത സ്ത്രീകളെ ആണെങ്കിലും, അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ ആണെങ്കിലും, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നും കുടുംബത്തിൽ പറഞ്ഞിട്ടില്ലെന്നും, ഇങ്ങനെയല്ല ഒരു സ്ത്രീ നടക്കേണ്ടതെന്നും, ഭർത്താവിൻ്റെ കാൽച്ചോട്ടിലാണ് സ്വർഗമെന്നും, കുടുംബമാണ് എല്ലാം എല്ലാമെന്നും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന, ആർക്കും യാതൊരു ഉപദ്രവവും വരുത്താതെ സ്വന്തമായി ഏൺ ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ച് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് കുടുംബം, കുട്ടികൾ, ഈ പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ത്രീകളുടെ, സകലമാന സ്ത്രീകളുടെയും മെക്കിട്ട് കയറാനാണ് ചേച്ചിയുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പം എന്തായി? അതും വെറൊരു മെസ്സേജിൻ്റെ പേരിൽ. അതെ, ആ കാരണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം. അതായത് അവർ തന്നെ പറയുന്നത് വെച്ചിട്ട് ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂ ബൈറ്റൊക്കെ ഉണ്ട്, ഞാൻ ഇന്നലെ അത് കണ്ടു. അതായത് അവർ ഇത്രയും ക്ഷീണം കഴിഞ്ഞ് വന്നാലും പിറ്റേ ദിവസം രാവിലെ അവർ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഭർത്താവിന് വേണ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം കുക്ക് ചെയ്ത് ഭർത്താവിന് കൊടുത്ത് അതിൽ മാത്രം സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരു സ്ത്രീ. അതാണ് മറ്റേ വേഷം സിനിമയിൽ മോഹിനി ഗോപികേൻ്റെ ക്യാരക്ടറിനെ ഉപദേശിക്കുമല്ലോ, ഭർത്താവിൻ്റെ കാൽച്ചുവട്ടിലാണ് മോളെ നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് പോലെ ഭർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച്, സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച്, അതായത് അങ്ങനെയാണ് ചേച്ചിനെ പോർട്രേ ചെയ്തത്. പിന്നെ ഒരു കുലസ്ത്രീ ആവുമ്പോൾ സ്വാഭാവികമായും വലിയ പൊട്ടും സാരിയും ആ കോസ്റ്റ്യൂമിനെയും പുള്ളിക്കാരി ഭയങ്കര. അതെ, അല്ലാത്ത സ്ത്രീകളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ഫെമിനിസ്റ്റുകൾക്ക് കുടുംബം ഇല്ല എന്ന് പറഞ്ഞു. അതെ, അത് മാത്രമോ, നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച സ്ത്രീകളെ നിങ്ങൾ എന്തൊക്കെ വൃത്തികേടുകൾ, നിങ്ങൾ കുടുംബം, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ഇന്റർവ്യൂവിൽ വന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും ഇത്രയും ഇറസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നേരിടേണ്ടി വന്നിട്ടില്ല. അവരെന്താ ചെയ്തത്? അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ലായിരുന്നു. അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ അവരെ പുറകെ നടന്ന് വേട്ടയാടിയതാണ്. ചേച്ചിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അതായത് നമ്മൾ നമ്മുടെ ജീവിതം മുഴുവനായിട്ടും ഈ പറയുന്നിടത്ത് നിങ്ങളുടെ കരിയർ അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് എടുത്തു കൊണ്ടുപോകാൻ, അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അതെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടല്ലോ, അതൊരു വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെയാണ് ഓരോ സ്ത്രീക്കും സ്വന്തമായി ജോലി ഉണ്ടാകുമ്പോൾ അവർക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് ഇനിയെങ്കിലും സ്ത്രീകളെ ഈ പറയുന്ന കുലസ്ത്രീ ഇമേജിൽ വന്നിരുന്നിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ള സ്ത്രീകളെ ഉപദേശിക്കാൻ നിൽക്കരുത്. ആരോ ഒരാൾ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ കാര്യമായി ഒന്നുമില്ല, ഒരു ടെക്സ്റ്റ് മെസ്സേജ്. അത് കണ്ടപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ച് വീട്ടിൽ ഭർത്താവ് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് അയച്ച പെൺകുട്ടിയുടെ കാല് പിടിക്കേണ്ടി വന്നു എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. അൻസിബ അയച്ചൊരു മെസ്സേജിൻ്റെ അത് കാരണം എന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് കാരണോ, അതിൻ്റെ എക്സ്പ്ലനേഷൻ അവർ തരാത്തത് കാരണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ലോകത്തെ എല്ലാ മനുഷ്യരും ഇങ്ങനെയാവും, ഇങ്ങനെ റിയാക്ട് ചെയ്യൂ എന്നൊന്നുമല്ല. പക്ഷേ നമ്മളിടുന്ന എഫേർട്ടിനെ അതേ റെസ്പെക്റ്റോടുകൂടി കാണുന്ന, അതേ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നിൽക്കുന്ന ഒരു പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ പുരോഗമന ചിന്താഗതി എന്ന് പറയുന്നത്. ഈ പുരോഗമനക്കാരൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ എന്താണ് ഇത്? അതൊന്നുമില്ല, അത് എന്തെങ്കിലും അയച്ചതായിരിക്കും, ഓക്കെ, അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് സംസാരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. അതിനപ്പുറത്തേക്ക് അത് കാരണം കുടുംബം ഇങ്ങനെ വെന്ത് നീറുക, അവസാനം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കുക, ആ കേസിൻ്റെ അപ്ഡേറ്റ് ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തപ്പിത്തടഞ്ഞ് മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് അതൊരു പുരോഗമന സമൂഹത്തിന് ചേർന്ന പരിപാടിയല്ല. ചേച്ചി കാണിച്ചിട്ടുള്ളതൊന്നും അതിന് ചേർന്നിട്ടുള്ള പരിപാടിയല്ല, അത് മനസ്സിലാക്കുക. പിന്നെ അൻസിബ തന്നെ പറയുന്നത് വെച്ചിട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചേച്ചിയെക്കുറിച്ചുള്ള കുറ്റം മുഴുവൻ ചേച്ചിയുടെ ഭർത്താവ് അൻസിബയ്ക്ക് അയച്ചു. അപ്പോൾ ഇങ്ങനെ
ഒരു ഭർത്താവിന് വേണ്ടി നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ്ണ കാലഘട്ടം നിങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഇനിയെങ്കിലും ഈ പറയുന്ന തരത്തിൽ സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്നും നമ്മൾ ഒരാളെ ഫുൾ ടൈം അയാൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വെച്ച് കൊടുത്ത് അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അയാളുടെ കാൽക്കീഴിൽ കിടക്കുന്നതല്ല സ്വർഗമെന്നും കുടുംബം എന്ന് പറയുന്നത് എന്തും സഹിച്ച് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ഇല്ലാതെ ഭർത്താവ് എന്ത് ചെയ്താലും, അല്ലെങ്കിൽ തിരിച്ചും രണ്ട് തരത്തിലും സംഭവിക്കാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ഞാൻ ഈ കേസാണ് പറയുന്നത്. ഭർത്താവ് എന്ത് ചെയ്താലും അതൊക്കെ ഏറ്റുവാങ്ങി അങ്ങനെ സഹിച്ച് ക്ഷമിച്ച് കടിച്ച് പിടിച്ച് തൂങ്ങി അവസാന ശ്വാസം വരെയും കിടക്കേണ്ടത് അല്ല എന്നൊക്കെ ചേച്ചി ഈ ഇൻസിഡൻറ്റോട് കൂടിയിട്ടെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. മിനിമം കുറച്ച് പേർക്കെങ്കിലും ഇനി ഇനിയിപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ കൊണ്ട് ബാക്കിയുള്ള പെൺകുട്ടികളുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ബോധമെങ്കിലും ചേച്ചിക്ക് വെച്ചിട്ടുണ്ട് എന്ന് കരുതി ഞാൻ ആശ്വസിക്കുന്നു. മ്യൂച്വൽ റെസ്പെക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മളെപ്പോഴും നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം. ജോലി മുഴുവൻ കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന് കയറി കിടന്ന് കുറച്ച് സമയം കൂടുതൽ ഉറങ്ങാൻ നമുക്ക് പറ്റണം. നമ്മൾ അങ്ങോട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് നോക്കിയിരിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് ആഹാരം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തരികയോ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം. അതിലൊരു തെറ്റുമില്ല. അത് തന്നെയാണ് ഇനിയും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു പുരോഗമന സമൂഹത്തിൻ്റെ ഒരു 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 മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവരാരും അത് ചെയ്യണമെന്നില്ല. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തു എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ തള്ളി പറഞ്ഞു വരും. പക്ഷേ അവിടെ നമുക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടാവണം. നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ സാധിക്കട്ടെ. ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കുടുംബം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അർത്ഥം, ഇൻ കേസ് ചേച്ചി പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ, ചേച്ചിയുടെ പരാതി എല്ലാം ശരിയാണെങ്കിൽ, ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വന്ന പോലെ ഒരു വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണ്ട എന്ന് സ്ത്രീകൾ തീരുമാനിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവർ ചിലപ്പോൾ ഇതേപോലെ കൊണ്ടോണ്ടും കേട്ടോണ്ടും ഒന്നും ഇരിക്കത്തില്ല. എന്തിനാ വെറുതെ രണ്ട് രക്തസാക്ഷികൾ ഉണ്ടാവുന്നത്? അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ ചേച്ചി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അത് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം ഓക്കെ ആയിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് കുറച്ചൊരു സെൻസ് കാണിക്കുക. അത് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഇതിരുന്ന് ഈ മലയുടെയും മുലയുടെയൊക്കെ കണക്ക് പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. നിങ്ങൾക്ക് വായിക്കേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണെങ്കിലും പ്ലീസ് വോയിസ് റേസ് ചെയ്യൂ. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അത് അഡ്രസ്സ് ചെയ്യാനുള്ള ബോധം മാധ്യമപ്രവർത്തകർക്കും, പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ബോധം AMMയുടെ മെമ്പേഴ്സിനും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.